എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോയാബീനാണ് കറി വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്തത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുപ്പത്തെ എണ്ണ ചൂടായിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. ചട്ടി ആയതുകൊണ്ട് പതുക്കെ ചൂടാവുള്ളൂ. ഞാൻ കടുക് ഇട്ട് പക്ഷേ പൊട്ടുന്നതേ ഉള്ളൂ, പൊട്ടിയിട്ടില്ല. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പുറത്ത് ജനലിൽ കൂടെ ഉള്ളത് കാഴ്ചയൊക്കെ ഒന്ന് നോക്കാം. വെയിലൊക്കെ വന്നിട്ടുണ്ട്, പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നേരെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ ജനലിൽ കൂടെ നോക്കുമ്പോൾ തെച്ചിപ്പൂവൊക്കെ കാണാനുണ്ട്. വേണ്ട, നല്ലൊരു കാഴ്ചയാണ് രാവിലെ നമുക്കത് അവിടെ ഇങ്ങനെ കാണാനുള്ളത്. ഇതാ രാവിലെ നേരമാണ്, അപ്പോൾ തന്നെ വെയിലൊക്കെ നന്നായി ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ നമ്മുടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളകും കൂടി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് വാടണം. ഇത് സവാള ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല വാടാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ സോയാബീനിന് അത്യാവശ്യം ഉപ്പുണ്ട്. ഇത് നന്നായി വാടട്ടെ. വാടിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. കുറച്ചേ ആവശ്യമുള്ളൂ. ഒരു 4 പോള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതും നന്നായിട്ടൊന്ന് വാടട്ടെ. ഇതൊക്കെ നന്നായിട്ട് വാടണം, അപ്പോൾ തന്നെ പച്ച ചുവയൊക്കെ മാറുള്ളൂ. സോയാബീൻ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്, എല്ലാവർക്കും നല്ലൊരു ഇതാണ്. ഇതാ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കരിവേപ്പിലയും കൂടി ഒന്ന് നന്നായിട്ട് വാടുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഏകദേശം വാടി വരുന്നുണ്ട്. കരിവേപ്പില വാടേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ കിടന്ന് തന്നെ വെന്തോളും. ഇനി നമുക്ക് നന്നായിട്ട് വാട്ടാൻ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ തക്കാളി. അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആ തക്കാളി അതിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വാടണം. അതൊന്ന് വാടട്ടെ. തക്കാളി ഇട്ടതിന് ശേഷമാണ് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. കളർ നന്നായിട്ടുണ്ടാകും, പക്ഷേ എരി കുറവായിരിക്കും. ഇവിടെ എരിയൊന്നും ആർക്കും ആവശ്യമില്ല, അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കൽ. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 3 പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികൾ ഒന്ന് നന്നായിട്ട് അതിൽ കിടന്നിട്ടൊന്ന് വാടണം. പൊടി നന്നായിട്ട് വാടുമ്പോഴത്തേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കണം. സോയാബീൻ വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചിട്ട്, ഞാൻ അതിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ, ഉപ്പിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ പച്ചവെള്ളത്തിൽ 2 പ്രാവശ്യം കൂടെ കഴുകി എടുക്കണം. അതിനൊരു ചെറിയ കട്ട് പോലെയുണ്ട്. അതിലിടയ്ക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത്, അത് ഒരു 3/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല അങ്ങനത്തെ ഒന്നും ചേർക്കില്ല. അപ്പോൾ ഗരം മസാല നമ്മൾ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഞാനൊരു 3/4 സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് അതും അത് വറുത്ത് പൊടിച്ച് തന്നെയാണ്, എന്നാലും അതൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ. ഇതും ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോയ കഴുകി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് വൃത്തിയാക്കി വെച്ച സോയ അത് ഇട്ട് കൊടുത്തു. ഇത് ചെറിയ സോയയാണ്, വലുതല്ല. വലുതാണെങ്കിൽ നമ്മളൊന്ന് മുറിച്ച് കൊടുക്കണം. ഇത് മുറിക്കേണ്ട ആവശ്യമില്ല, ചെറുതാണ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ യോജിപ്പിച്ച് നല്ല ഒരിതിൽ വന്നിട്ടുണ്ട്. സോയയ്ക്കൊന്നും അധികം വേവില്ല, അതുകൊണ്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കുരുമുളക് പൊടി. ഇതാ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നല്ലതാണ്. അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇതിനകത്ത് ആവശ്യമുള്ളൂ. ഇനി ഞാൻ 2 മല്ലിയില നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോയ ഇവിടെ റെഡിയാവും. അപ്പോൾ നന്നായിട്ട് വെന്തതാ. ആ ഇലയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് ആ ഇലയൊന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചെയ്ത് നോക്കണം ഇത്.